അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭാര്യാഭർത്തൃ വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണമായി ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന സൂറത്ത് നിസായിലെ 21-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാനത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ബട്ട് ഇൻ വിച്ച് എവർ കേസ്, ഏത് കാര്യത്തിലായാലും ശരി, ബീറ്റ് എ തലാഖ് ഓർ ഖുല, വിവാഹമോചന പ്രക്രിയ രണ്ട് രീതിയിലൂടെയാണ് നടത്താവുന്നത്. ഒന്നുകിൽ പുരുഷൻ ചൊല്ലുന്ന തലാഖ്, അല്ലെങ്കിൽ സ്ത്രീ മോചിതയായി പ്രഖ്യാപിക്കുന്ന ഖുല. ഈ രണ്ട് രീതിയിൽ ഏതാണെങ്കിലും ദ മാൻ ഹാസ് നോ റൈറ്റ്, പുരുഷന് അവകാശമില്ല, ഒരവകാശവുമില്ല, ടു ടേക്ക് ബാക്ക് ഫ്രം ഹിസ് ഫോർമർ വൈഫ്, തൻ്റെ മുൻ ഭാര്യയിൽ നിന്ന് തിരികെ എടുക്കുവാൻ, എനി എമൗണ്ട് ഓഫ് മണി, ഏതെങ്കിലും തുക മുൻ ഭാര്യയ്ക്ക് ഭർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ എടുക്കുവാനുള്ള അവകാശം ആ പുരുഷനില്ല. ഓർ ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങളായി തൻ്റെ ഭാര്യയ്ക്ക് നൽകിയിട്ടുള്ളത്. ഹി മേ ഹാവ് ഗിവൺ ഹർ, അവൾക്ക് നൽകിയ സമ്മാനങ്ങളായി നൽകിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ വസ്തുവകകളോ ഒന്നും തന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. വെദർ ഇറ്റ് ബി സ്മാൾ ഓർ ബിഗ്, അതെത്ര ചെറുതാണെങ്കിലും ശരി, അതുപോലെ അതെത്ര വലുതായാലും ശരി. ബിക്കോസ് ദീസ് ഗിഫ്റ്റ്സ് വെയർ ഗിവൺ, കാരണം ഈ സമ്മാനങ്ങൾ നൽകപ്പെട്ടത് ടു ദാറ്റ് വൈഫ്, ആ ഭാര്യയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഈ സമ്മാനങ്ങൾ വെൻ ദ വൈഫ് വാസ് സ്റ്റിൽ അണ്ടർ ഹിസ് ലീഗൽ ഗാർഡിയൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ നിയമപരമായ സംരക്ഷണയിലായിരുന്നപ്പോഴാണ്. നിയമപരമായ സംരക്ഷണയിലായിരുന്ന ഒരാൾക്ക് കൊടുത്ത ഒരു സാധനവും അത് തിരിച്ചു വാങ്ങുവാൻ അയാൾക്ക് അവകാശമില്ല. ആഫ്റ്റർ ദ ഡൈവോഴ്സ്, വിവാഹ മോചനത്തിന് ശേഷം, ഇഫ് ഹി മാരീസ് അനദർ വുമൺ, അവൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ, ദെൻ ഇഫ് ഹിസ് ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഈസ് പുവർ, അപ്പോൾ അവൻ്റെ സാമ്പത്തികമായ അവസ്ഥ വളരെ താണ നിലയിലും ആണെങ്കിൽ, ആൻഡ് വെൻ ഹി വാസ് വിത്ത് ഹിസ് പ്രീവിയസ് വൈഫ്, വിവാഹമോചനം നേടിയ ഡൈവോഴ്സ് ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ, ആ ഭാര്യയുടെ, മുൻ ഭാര്യയുടെ സാമ്പത്തിക സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇയാളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ വളരെ താണ നിലയിലാണെങ്കിൽ, then he has to give her according to his means. ഇപ്പോൾ അവൻ എന്തുണ്ടോ അതിനനുസരിച്ച് തൻ്റെ
ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണ്, സാമ്പത്തികമായ ശേഷിയുടെ കഴിവനുസരിച്ച്. അതുകൊണ്ട് മുൻ ഭാര്യയ്ക്ക് കൊടുത്തിരുന്നത് അന്യായമായി പിടിച്ചു പറിച്ച് അതിനെ കൈക്കലാക്കി തന്ത്രത്തിലൂടെയും കുതന്ത്രത്തിലൂടെയും കൈക്കലാക്കി അടുത്ത ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ശ്രമമൊന്നും നടത്തരുതെന്നർത്ഥം. ദെൻ ഹി ഹാസ് ടു ഗിവ് ഹെർ അക്കോർഡിംഗ് ടു ഹിസ് മീൻസ്. ഇപ്പോൾ അവൻ വേറെ വിവാഹം കഴിച്ചുവെങ്കിൽ ഇപ്പോൾ അവൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിത വഴിയാണ് അവൻ കണ്ടെത്തേണ്ടതും അവൾക്ക് കൊടുക്കേണ്ടതും. ആൻഡ് നോട്ട് ടു ടേക്ക് ബാക്ക് ഫ്രം ദ ഫോർച്യൂൺ. അവൻ തിരിച്ചെടുക്കാൻ പാടില്ല. ഫ്രം ദ ഫോർച്യൂൺ, അവൻ നൽകിയ അവൻ്റെ സമ്പത്തുകളിൽ നിന്നും ഗിഫ്റ്റുകളിൽ നിന്നും ഒക്കെ. ഹി ഗേവ് ഹിസ് പ്രീവിയസ് വൈഫ്. ആദ്യത്തെ ഭാര്യയ്ക്ക് അവൻ നൽകിയതിൽ നിന്നും അവൻ തിരിച്ചെടുത്ത് ഈ ഭാര്യയ്ക്ക് കൊടുക്കാമെന്നും കരുതരുത്. ടു ഗീവ് ടു ഹിസ് ആക്ച്വൽ വൈഫ്. എന്നിട്ട് ആ ഭാര്യയിൽ നിന്ന് മുൻ ഭാര്യയിലുള്ള സമ്പത്ത് തന്ത്രപരമായി കുതന്ത്രത്തിലൂടെ കൈക്കലാക്കി പുതുതായിട്ട് വിവാഹം കഴിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാൻ ഉള്ള. കാരണം ആദ്യ ഭാര്യ ചിലപ്പോൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരായിരിക്കും ഈ നിലയിൽ. അങ്ങനെയുള്ളവരിൽ നിന്നും തന്ത്രത്തിലൂടെ കൈക്കലാക്കി അടുത്ത ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളൊന്നും നടത്തരുത് എന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വീരന്മാർ നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇഫ് ഹീ ഡസ് സോ, ഇനി അവനിത് ഇപ്രകാരം ചെയ്താൽ ദിസ് ഷാൽ ബി റെക്കോർഡഡ് ആസ് എ ക്ലിയർ ഇൻജസ്റ്റിസ്. തീർച്ചയായിട്ടും ഇത് ഒരു തികഞ്ഞ അനീതിയായി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ആൻഡ് മാനിഫെസ്റ്റ് സിൻ, കടുത്ത പാപമായിട്ടും അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിൽ. അപ്പോൾ നമ്മുടെ വിവാഹത്തിൽ നിന്നുള്ള മോചനം, ആ മോചന സമയത്ത് നാം പാലിക്കേണ്ട മര്യാദകൾ, രണ്ടാമതുള്ള വിവാഹം, അപ്പോൾ നാം സ്വീകരിക്കേണ്ട മാർഗം, ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കണക്കനുസരിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലും ന്യായമായും നീതിപൂർവമായിരിക്കണം നമ്മൾ വർത്തിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ കേരള ജുസായിൽ ഒരു ഹദീസ് പല ഭാഷകളിലായി ഭാഷാന്തരം ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, മാനസികമായ വളരെ തകർച്ച ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ദുആ എന്ന നിലയിൽ ഒരു സഹോദരൻ അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയും പിന്നീട് തുടർന്ന് അതിൻ്റെ അറബിയും അതിൻ്റെ മലയാളവും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ നമ്മളെ പഠിപ്പിച്ചത്. അതിൽ 2-3 കാര്യങ്ങൾ അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്, ഖുർആനെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വസന്തകാലം എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ട് നിറയപ്പെട്ട നല്ല ഒരു പ്രത്യേക സുഖസൗകര്യങ്ങളുള്ള ഒരു സീസണാണത്. അപ്പം ഖുർആനെ നീ എൻ്റെ വസന്തമാക്കണമേ. അപ്പോൾ എൻ്റെ പ്രയാസങ്ങൾക്ക്, എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ കെടുതികൾക്ക്, എൻ്റെ കഷ്ടപ്പാടുകൾക്കെല്ലാം മോചനം നൽകുന്ന ഒരു വസന്താരാമമാക്കി വിശുദ്ധ ഖുർആനെ നീ മാറ്റണമേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ദുഃഖങ്ങളൊക്കെ നീ അകറ്റണമേ. അങ്ങനെ ചെയ്യുന്ന സത്യഭക്തന്മാരായ ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഖുർആൻ വചനങ്ങളുടെ അർത്ഥവും ഗാംഭീര്യവും ജീവിതവും ചൈതന്യവും ഒക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരു ശാന്തി, സമാധാനം, പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ഭൗതിക അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒരു സമാധാന അന്തരീക്ഷം പോലെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ഇപ്രകാരം ശാന്തമാകുന്നതിന് വേണ്ടിയുള്ള വൈവാഹിക ജീവിത ക്രമീകരണ കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നതും വിശദീകരിക്കുന്നതും. നമ്മൾ ന്യായമായും നീതിപൂർവവും വർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും അനുഗ്രഹവും സദാസമയവും നമ്മിൽ വരുന്നതാണ് സമാധാനം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ അത് അലട്ടിക്കൊണ്ടിരിക്കും. ഈ കൽപ്പനകളും ഈ ഉപദേശങ്ങളും ഈ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ അന്യായമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മെ ഇഹലോകത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് മരണം വരെ തുടരുന്നതാണ്. മരണാനന്തരം അത് നമ്മളെ കണ്ടിന്യൂ ചെയ്യുന്നതുമാണ്.
അള്ളാഹു തആലാവിൻ്റെ വിശുദ്ധ ഖുർആനെ നമ്മുടെ ഹൃദയങ്ങളുടെ വസന്താരാമമാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയും, ആ വസന്താരാമത്തിൽ കഴിഞ്ഞുകൂടുവാൻ നമുക്ക് കഴിയുകയും വേണം. ഈ വിശുദ്ധ ഖുർആനെ അതിലായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ ഒരു വസന്താരാമത്തിൽ നമ്മൾ കഴിയുന്ന പോലെയുള്ള ഒരു സമാധാന സന്തോഷം നമുക്ക് ലഭ്യമാകുന്നതാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രഭാതത്തിൽ പുതിയ വചനവുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.